വിക്കാറിന് ഇന്ന് ബോൾ ചെയ്ത എല്ലാവർക്കും വിക്കറ്റ് ഉണ്ട് കേട്ടോ. അതായത് എല്ലാവരും 2-1 വിക്കറ്റ് വെച്ചിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമി തന്നെയാണ് എല്ലാവരും ബോൾ ചെയ്തത്. ആകെ നമ്മളെ കാർത്തിക് ത്യാഗിക്കാണ് കുറച്ചൊന്ന് അടി കൊണ്ടത്. അതും ലാസ്റ്റത്തെ ആ ഒരു ഓവറൊക്കെ എറിഞ്ഞത് കൊണ്ടാണ് ആൾക്ക് അടി കിട്ടിയത്. എല്ലാം തന്നെ ചിലപ്പോൾ ആളുടെയും എക്കണോമി കുറഞ്ഞിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത്രയും വിക്കറ്റുകൾ എല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിലും, കാരണം സുനിൽ നരേൻ ബോൾ ചെയ്ത സമയത്ത് ഒരു വിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, വരുൺ ചക്രവർത്തിക്ക് 2 ഉണ്ടായിരുന്നു, വൈഭവ് ഓവറർക്ക് 2 ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു സൂപ്പർ ഓവറിൽ കിട്ടിയ വിക്കറ്റ് തന്നെയാണ് ഫുള്ളായിട്ട് മത്സരം നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിങ്കു സിംഗിന്റെ പെർഫോമൻസ് ആണ് ഇന്ന് കംപ്ലീറ്റ്ലി നിൽക്കുന്നത്. ഇന്നത്തെ മാച്ചിന്റെ സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിങ്കു സിംഗ് തന്നെയാണ്. മികച്ച 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 ഫിനിഷർ ആൻഡ് മികച്ച മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ശരിക്കും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കുക. ആ ഒരു വിക്കറ്റുകൾ പോവാൻ തന്നെ, പക്ഷേ റണ്ണ് കുറച്ചൊന്ന് ഒഴുക്കി കൊണ്ടുപോയിട്ട് അവസാനത്തോട്ട് ആ ഒരു ഫിനിഷർ റോളിൽ അടിക്കേണ്ട സമയത്ത് അടിച്ച് ആ ഒരു സ്കോറിന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഫൈറ്റിംഗ് ടോട്ടൽ എത്തിക്കുക. ആൻഡ് റിങ്കു സിംഗ് ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലക്ക് ഫാക്ടർ കുറച്ച് അധികം ഉള്ളൊരു ബാറ്റ്സ്മാൻ ആണ്. കാരണം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴടക്കം റിങ്കു സിംഗ് അത്യാവശ്യം ഫോം ആവുന്ന മാച്ചിലൊക്കെ നമ്മൾ ഇന്ത്യ ജയിക്കാറുണ്ട്. ആൻഡ് ഇന്നത്തെ മാച്ചിലും എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു റിങ്കു സിംഗ് ഇന്ന് ഫോം ആയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഇന്ന് KKR ജയിക്കുന്നുള്ളത്. അപ്പോൾ അതന്നെ സംഭവിച്ചു. ഫുള്ളി ഒരു മാച്ച് ഇന്ന് കണ്ടപ്പോഴും ആ ഒരു ലാസ്റ്റ് ടൈമിലുള്ള മൊമെന്റ്സ് ആണ് ഇപ്പോഴും മൈൻഡിലുള്ളത്. പ്രത്യേകിച്ച് സുനിൽ നരേൻ എറിഞ്ഞ അവസാനത്തെ ആ ഒരു ഓവർ, അതായത് സൂപ്പർ ഓവറിൽ ആ ഒരു 3 ബോൾ, അതുകൊണ്ടാണ് നമ്മുടെ റിങ്കു സിംഗിന്റെ ആ ഒരു ക്യാച്ചസ്, പിന്നെ നമ്മുടെ റിങ്കു സിംഗിന്റെ ബാറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ പവലിന്റെ അവസാനത്തെ ആ ഒരു നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അവസാനം ആ ഒരു ഓടി വന്ന് പിടിച്ച് കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്തത്. പിന്നെ LSCയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷമിയുടെ ആ ഒരു 6, ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മാച്ച് കാണാത്തവരുണ്ട്, മിസ്സായവരുണ്ടെങ്കിൽ കമന്റ് ഇടുക. ആൻഡ് ശരിക്കും മിസ്സാൻ പാടില്ലായിരുന്നു, അത്രയും നല്ല മൊമെന്റ്സ് ആയിരുന്നു.